ഈ 6 ടീമുകളുടെ കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിലൊരു വലിയ 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 നമ്മുടെ ഒരു ആവേശമൊന്നും വലിയ രീതിയിൽ മാറ്റിമറിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് വരുന്നത്. കോഴിക്കോടിൻ്റെ കളി കണ്ടല്ലോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും തോന്നുന്നത്? ആ കളിയിൽ നേരിട്ട് പോയി കണ്ട സ്ഥിതി. നേരിട്ട് പോയി ഞാൻ മഴയില്ലെങ്കിൽ ഇതിലും ആൾക്കാർ വരികയായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴയായത് കുറേ പേര് വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഞാനുള്ള ഒരു സ്റ്റാൻഡ് അത്യാവശ്യം ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഹാഫ് ടൈമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറേ ആൾക്കാർ വന്നു. പിന്നെ ഒരു വലിയൊരു ആവേശം ഉണ്ടായിരുന്നു ഇവിടെ ഒരു കളി നടക്കണമെന്നുള്ളതിനെ പറ്റി. പിന്നെ ഞാൻ വായിച്ചത്, ഞാൻ ഇതുവരെ മലപ്പുറത്ത് പോയി കണ്ടിട്ടില്ല, അവരുടെ ആദ്യത്തെ കളിക്ക് 23,000 ആളൊറ്റ പോയി കണ്ടിരുന്നു എന്നാണ് വായിച്ചത്. അപ്പം അതൊരു നല്ല കാര്യമാണ്. ഇതിപ്പോൾ ഈ ടൂർണമെന്റിന് റെക്കഗ്നിഷൻ ഇല്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു റെക്കഗ്നൈസ്ഡ് അംഗീകാരം എന്നുള്ള ടൂർണമെന്റ് അല്ല. പക്ഷെ ടി വിയിലുണ്ട്, സ്ട്രീമിംഗ് ഉണ്ട്. പിന്നെ കളി നേരിട്ട് പോവാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ കളിക്കാർക്ക്, ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാർക്ക് പ്രത്യേകിച്ചും ഒരു ചാൻസ് ഇല്ല. ആകെ ഒരു ISL ടീമുണ്ട്, ബ്ലാസ്റ്റേഴ്സ്. പിന്നെ ഐ ലീഗിൽ ഇവിടെ കളിക്കുന്ന ഗോകുലം. അങ്ങനെ 2 ടീമേ ഉള്ളൂ. അതിൽ എത്ര തന്നെ കളിക്കാർക്ക്, അതിൽ പലരും ഫോറിൻ പ്ലെയേഴ്സാണ്. പിന്നെ അല്ലെങ്കിൽ വളരെ അനുഭവമുള്ള ഇന്ത്യൻ കളിക്കാരായിരിക്കും. അപ്പം ഈ ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാർക്ക് ഒരു ചാൻസ് ആണ് ശരിക്കും ഈ ഒരു കേരള സൂപ്പർ ലീഗ്. ശരിക്കും നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഫോറിൻ കളിക്കാരും പണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ച CK വിനീത് അങ്ങനത്തെ കളിക്കാരെ കൂടെ കളിച്ചിട്ട് ആ ഒരു അനുഭവം നേടാൻ വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറത്തിനേക്കാളും മുമ്പ് തന്നെ കോഴിക്കോടൊക്കെ ഒരു ഫുട്ബോളിൻ്റെ ഹബ്ബായിട്ട് പണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു തിരിച്ചുപോക്ക്, അതിൽ അത്തരത്തിലുള്ളൊരു തിരിച്ചുപോക്കായിട്ട് ഇത് സംഭവിക്കുമോ? കാരണം നമുക്ക് ഇപ്പം നടന്ന ഇപ്പോൾ ഒരു കളിയുടെ ഒരു മെച്ചർ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല, എന്നാൽ പോലും സൂപ്പർ ലീഗിൻ്റെ ഇപ്പോഴത്തെ ഒരു ആവേശം വെച്ചിട്ട് പറയുകയാണെങ്കിൽ. അല്ല, അത് ആൾക്കാർ പോയി കളി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വരും. എന്താ വെച്ചാൽ ആ ഒരു പണ്ടത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ആദ്യം ഇവിടെ നഗരത്തിൽ സൃഷ്ടിക്കാൻ പറ്റണം. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം ഒരു നെഹ്റു കപ്പായാലും നാഗ്ജി ട്രോഫി ആയാലും എന്തായാലും ഏത് കളിയാണെങ്കിലും ആൾക്കാർ പോയി കാണും. ഇപ്പൊ പിന്നെ മറ്റേ സാറ്റലൈറ്റ് ടെലിവിഷൻ കാരണം നമുക്ക് യൂറോപ്പിലത്തെ കളി കാണാൻ, അമേരിക്കയിലത്തെ കാണാൻ, എല്ലാം കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ കളി കാണാൻ പോകുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് കുറച്ചിട്ട് തന്നെ പോയി കാണണം. ഇത് അതെ, അത്രേ ഉള്ളൂ. ഞാനിപ്പോ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയായിരുന്നു, സാധാരണ ഞാൻ എപ്പോഴും ഹാഫ് വേ ലൈനിലായിരിക്കുക. എന്നുവെച്ചാൽ അവിടെ ഇരുന്നാല് 2 ടീമിന്റെയും ഫോർമേഷൻ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അത് പണ്ട് ഞാൻ മോൾഡീനിയുടെ മിലാനിനെയൊക്കെ കണ്ടപ്പോൾ അത് ശരിക്കും ഈ കളിക്കാരെ കയറിട്ട് കെട്ടിയ പോലെ ആ ബാക്ക് 4 ഇങ്ങനെ ഒരുമിച്ച് എപ്പോഴും മൂവി, ആ ഓഫ് സൈഡ് ട്രാപ്പ് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. ഇന്നലെ ഞാൻ കുറച്ചു നേരം നോക്കി ഇത് എന്താ ഫോർമേഷൻ കളിക്കണമെന്ന്. പക്ഷെ അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ ഒന്നാമത് ഈ കളിക്കാര് പരസ്പരം പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും അങ്ങനത്തെ ആ സമയം കിട്ടിയിട്ടില്ല അവർക്ക് ആ ഒരു കോമ്പിനേഷൻ വരെ. പിന്നെ തീർച്ചയായിട്ടും അവർ അത്രയും നല്ല കളിക്കാരാണെങ്കിൽ അവർ യൂറോപ്പിലോ വേറെ വല്ലവിടെയൊക്കെ ആയിരിക്കും കളിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ പോയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, എന്നിട്ട് എങ്ങനെയെങ്കിലും കളി നന്നാക്കാൻ പറ്റുമോ നോക്കുക, അത്ര. ഈ പിന്നെ കാഴ്ചയെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ ഈ സ്റ്റാർ സ്പോർട്സിലും ഡിസ്നി ഹോട്ട്സ്റ്റാറിലൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു മികവുണ്ടല്ലോ. കാരണം നമുക്ക് അതിനെ റേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതികൾ. ഇപ്പൊ ഈ ഇരുന്ന് കാണുന്ന പ്രത്യേക പൊസിഷനെ പറ്റിയും പറഞ്ഞു. എത്രമാത്രം അങ്ങനെ ഒരു വിസിബിളി അല്ലെങ്കിൽ ഒരു വിഷ്വലി എത്രമാത്രം റിച്ച് ആയിരിക്കും ഈ സൂപ്പർ ലീഗ്? എങ്ങനെയൊക്കെ നിങ്ങൾ TV-യില് ഇപ്പൊ പല ആംഗിളും നമുക്കിപ്പോ പ്ലെയർ ക്യാം എന്നൊക്കെ പറഞ്ഞ് പരിപാടി ഉണ്ടായിരുന്നു ലോകകപ്പിൽ. ഒരു റൊണാൾഡോനെ മാത്രം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, യൂറോയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും സ്റ്റേഡിയത്തിൽ പോകാനുള്ള താല്പര്യം എന്താന്ന് പറഞ്ഞാൽ ഫീൽഡ് മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് ശരിക്കും ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞ ഞാൻ കണ്ട ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിച്ചൊരു കളിക്കാരൻ കക്കയായിരുന്നു, ബ്രസീലിന്റെ കക്കയുടെ എല്ലാവരും പറയാ സ്കില്ല്, ഡ്രിബ്ലിങ്, അത് ഇതൊക്കെ. പക്ഷെ നമ്മൾ അങ്ങനെ ഫീൽഡ് കാണുമ്പോൾ ആദ്യം നമ്മൾ നോട്ടീസ് ചെയ്യുക കക്കയുടെ മൂവ്മെന്റ് ആണ്. ആ ഡിഫൻഡറുടെ അടുത്ത് ബോൾ കിട്ടുമ്പോഴേക്കും കാക്കയ്ക്ക് അറിയാം എങ്ങടാണ് ഓടേണ്ടതെന്ന്.
അതേപോലെ ഫോർവേഡ് മൂവ് ചെയ്യുമ്പോഴേക്കും സ്പേസിലേക്ക് എങ്ങനെ പാസ് കൊടുക്കേണ്ടതെന്ന് അറിയാം. അപ്പൊ അത് നമുക്ക് ഒരിക്കലും ടി വിയിൽ എല്ലാം കാണാൻ പറ്റില്ല. ആ ഒരു കളിക്കാരൻ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, അത് ഏറ്റവും നല്ല കളിക്കാരുടെ പ്രത്യേകിച്ചും. ഈ പിന്നെ ദൃശ്യ സങ്കല്പം ഉണ്ടല്ലോ ഇതിനകത്ത്. ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു മറിച്ചാണ്. കാരണം ഇപ്പം നമ്മളിപ്പം നമുക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ ഇല്ല എന്ന് വിചാരിക്കുക, ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ കളികൾ കണ്ടിട്ടുള്ള എക്സ്പോഷർ ഇല്ലാതിരിക്കുകയും എന്നാൽ നമുക്കിപ്പം നേരിട്ട് ഇരുന്നിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ടെലിവിഷനിലോ കണ്ടിട്ടുള്ള അനുഭവമാണ് നമുക്ക് കൂടുതലുള്ളതെങ്കിൽ ഈ കാണി നമ്മുടെ ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു ദൃശ്യ ആഘാതത്തിന് വിധേയമാവില്ല. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഐബോൾസ് കൊണ്ട് നമുക്ക് അതിനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ കളിയുടെ ഒരു പ്രോസ്പെക്ട്സിനെ? അല്ല, അതൊരു എന്താ പറയുക, അനുഭവിച്ച് നമുക്ക് ഒരു പരിചയം വരുന്ന ഒരു ഇതാണ്. എപ്പോ എവിടെ നോക്കണം, പിന്നെ റീപ്ലേ ഒന്നും ഉണ്ടാവില്ല. ഒരു മിനിറ്റ് നമ്മളിപ്പോ പെട്ടെന്ന് ഫോണിൽ ഒരു മെസ്സേജ് ഒറ്റ വന്നാൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോള് കയറിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു 90 മിനിറ്റും കോൺസെൻട്രേഷൻ വേണം. എന്താ വെച്ചാൽ റീപ്ലേ ഇല്ല. പിന്നെ ഇപ്പൊ ഏത് കളിക്കാരൻ്റെ അടുത്താ ബോൾ ഉള്ളതെന്നൊക്കെ ഞാൻ പിന്നെ കളി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരുടെയും നമ്പറും ഇതൊക്കെ പഠിച്ച് അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഇന്നലത്തെ കളിയിലൊക്കെ പല കളിക്കാരുടെ പേരൊന്നും ഞാൻ മുമ്പ് കേട്ടിട്ടും പോലില്ല. അപ്പൊ അതൊക്കെ ഒന്ന് പരിചയമായി വരാൻ തന്നെ നമുക്കൊരു 30-40 മിനിറ്റ് എടുക്കും, ഇത് ഏതാ കളിക്കാരൻ അറിയാൻ തന്നെ. അത് ടി വിയിൽ കാണുമ്പോൾ ആ ഒരു പ്രശ്നം. ഈ പുതിയ കാണികളുണ്ടല്ലോ, നമ്മൾ പുതിയ കളിക്കാരെ പറ്റി പറയുന്ന പോലെ പുതിയ കാണികൾ എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഒരു ഇത്തരത്തിലുള്ള മെക്കാനിസമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നത്. കാരണം ഇപ്പോൾ ടെലിവിഷൻ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീൻ എന്നുള്ളത്. അപ്പോൾ ഈ അത്തരത്തിലുള്ള കാണി ഒരു വലിയ സ്റ്റേഡിയത്തിൽ എത്തുന്ന സമയത്ത് വലിയൊരു പ്രതിസന്ധി അനുഭവിക്കില്ല എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ആ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ടെന്നീസിൻ്റെ ഒക്കെ സാധാരണഗതിയിൽ വീഡിയോ ചെയ്യുമ്പോൾ കാണാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന മൂവ്മെൻറ്റിൻ്റെ ഓടൊപ്പം തന്നെ ഐബോൾ നീങ്ങണമല്ലോ. ഇത് അത്രയും വലിയൊരു സ്പേസിലേക്ക് നമ്മുടെ ഈ ചെറിയ സ്ക്രീനിൽ കൊണ്ടുവരിക എന്ന് പറയുന്നതിൽ പ്രതിസന്ധി ഉണ്ടാവില്ലേ? അതാ ഞാൻ പറഞ്ഞത്, അത് ഒരു നമുക്ക് 2-3 പ്രാവശ്യം കണ്ട് അത് പരിചയമായി വരണം. പക്ഷെ അതിന്റെ മറ്റേ ഭാഗം എന്താ വെച്ചാൽ ടി വിയിൽ നമുക്ക് ഒരിക്കലും ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടില്ല. അപ്പൊ ഇന്നലെ എൻ്റെ കുറച്ച് അപ്പുറത്തുണ്ടായിരുന്ന ചെണ്ടയുടെ ശബ്ദം, അല്ലെങ്കിൽ ഓരോരുത്തര് എൻ്റെ അടുത്തിരുന്നിരുന്ന ഒരു 70-75 വയസ്സായ ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിന്റെ കമന്റുകൾ, ഓരോ മോനെ നീ നീട്ടി അടിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും ടി വിയിൽ കിട്ടില്ല. അതെ, എല്ലാ ഒരു സ്പോർട്സ് നമ്മൾ കാണുന്നത് എനിക്കൊരു വലിയൊരു കാരണം അതൊരു സോഷ്യൽ എക്സ്പീരിയൻസ് ആണ്, അതൊരു കമ്മ്യൂണൽ ഒരു ഇതാണ് ശരിക്കും. എല്ലാവരും ഒരുമിച്ച് ആഹ്ലാദിക്കുക എന്നുള്ള. കോഴിക്കോട് ഗോൾ അടിച്ചപ്പോൾ എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും എണീറ്റ് ഞാനും ഒക്കെ. അപ്പൊ അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്, അതൊരിക്കലും നമുക്ക് ടി വിയിൽ കാണുമ്പോൾ കിട്ടില്ല.